ബിഗ് ബോസ് എന്ന ഷോയിൽ പങ്കെടുത്തതിന് കുറച്ച് പണം ലഭിച്ചതൊഴിച്ചാൽ വലിയ ചീത്തപ്പേര് നേരിടേണ്ടി വന്ന താരമാണ് ആര്യ ബഡായി. താൻ അതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് മാത്രമല്ല നഷ്ടപ്പെട്ടത്, താൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രേമ അഭിജാത്യയും നഷ്ടപ്പെടുകയായിരുന്നു. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികൾ ഏറെയും ഏതെങ്കിലും വിധത്തിൽ വിവാദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സർവൈവ് ചെയ്തവരോ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഇമേജ് ഉള്ളവരൊക്കെ ആയിരിക്കും മത്സരത്തിനായിട്ട് വരിക. എന്നാൽ ഇതൊന്നും കൂടാതെ നല്ല ഇമേജ് ഉള്ളവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയും അംഗീകരിക്കപ്പെടുന്നവരെയും ഉൾപ്പെടുത്താറുണ്ട്. അപ്രകാരം സമൂഹത്തിൽ അറിയപ്പെടുന്നതും നല്ല ഇമേജ് ഉള്ളതും ജനങ്ങൾക്ക് സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യ. ബിഗ് ബോസ് മത്സരാർത്ഥി ആര്യ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ അവരുടെ അടുത്തത്തെ പ്രകടനം കാണാൻ വേണ്ടി സന്തോഷഭരിതമായി കാത്തിരുന്നു. എന്നാൽ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ആര്യ അവിടെ കാഴ്ചവെച്ചത്. ആര്യയ്ക്ക് ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹവും അംഗീകാരവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആര്യ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ആര്യബടായി എന്ന പേരിനു പകരം വിഷപ്പാമ്പ് എന്ന ആര്യവെമ്പാല എന്നുള്ള പേരൊക്കെ അവർക്ക് പലരും ചാർത്തിക്കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ആര്യയ്ക്ക് കുറച്ച് പണം കിട്ടിയതൊഴിച്ചാൽ ബിഗ് ബോസ് എന്ന ഷോ ആര്യയ്ക്ക് സംബന്ധിച്ച് ഒരു കച്ചവടമായിരുന്നു. താൻ അതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് മാത്രമല്ല നഷ്ടപ്പെട്ടത്, താൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രേമ അഭിജാത്യയും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ നഷ്ടങ്ങളൊക്കെ ആര്യയെ പാനിക് അറ്റാക്കിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ മോചിതയാകാൻ ഏതാണ്ട് ഒരു വർഷക്കാലം വേണ്ടിവന്നു എന്നാണ് ആര്യ പറയുന്നത്. ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പ്രചോദനം നൽകിയതും അതിനുവേണ്ടി എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും തൻ്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിനും തൊട്ടുമുമ്പുള്ള വീഡിയോ കോളിൽ വേർപാടിൻ്റെ വേദന അതിൽ പൊട്ടിക്കരയുന്നത് കണ്ട് കരളലിയുന്ന വേദനയോടെയാണ് ആര്യ ഹൗസിനുള്ളിൽ കടന്നുപോയത്. എന്നാൽ ആര്യയുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ തൻ്റെ കാമുകൻ ആ വില്ലൻ ചൂഷണം ചെയ്യുകയാണെന്ന് ആ പാവൻ അപ്പോൾ അറിഞ്ഞില്ല. സിനിമയിലെ വില്ലന്മാരെ പോലും കവച്ചു വയ്ക്കുന്ന അഭിനയപാടവം കാഴ്ചവെച്ച അയാളാണ് ഇപ്പോൾ എന്ന് പറയാൻ വയ്യ. 2 പ്രാവശ്യം വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഇയാൾ. 3 വർഷക്കാലം പ്രണയവും ലിവിങ് ടുഗറും ഒക്കെ ആര്യ എല്ലാവിധവും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരണം ഉപേക്ഷിച്ച് കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ബിഗ് ബോസിലെ 75 ദിവസത്തെ സംഘർഷഭരിതമായ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ ആര്യ ആദ്യം വിളിച്ച തൻ്റെ മകളെ വീട്ടുകാരെയായിരുന്നില്ല, ഒരു കൊടും ചതിയനെ ആയിരുന്നു. ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം തുടരെ തുടരെ വിളിച്ചിരുന്നു. അപ്പോഴൊന്നും അയാൾ ഫോൺ എടുത്തില്ല. അവസാനം ഒരു നിവൃത്തിയുമില്ല അയാളെ തിരികെ വിളിച്ചു. ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് ന്യായം പറഞ്ഞു. ഒരു താല്പര്യമില്ലാത്ത അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആര്യയ്ക്ക് സങ്കടവും സംശയവും തോന്നി. പിന്നാണ് തന്നെ ഞെട്ടിച്ച് അതിൻ്റെ മനസ്സ് അപ്പാടെ തകർന്നു കളഞ്ഞെന്ന് ആ സത്യം ആര്യ മനസ്സിലാക്കുന്നത്. അയാൾ താൻ പരിചയപ്പെടുത്തിയ തൻ്റെ പ്രിയ കൂട്ടുകാരിയുമായി ജീവിതം ശൃംഗരിക്കുന്നു എന്ന്. ആര്യ തന്നെ ചതിച്ചു കളഞ്ഞു എന്ന് കാമുകനെപ്പറ്റി പറയുമ്പോൾ ഇന്നും വിങ്ങിപ്പൊട്ടാറുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയാളുടെ പ്രണയവും ഇഷ്ടവും ആര്യയുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. ആര്യ അനുഭവിച്ച ഇത്തരം ട്രോമയിലൂടെ കടന്നുപോയ ഒരു ദുർബലയായ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അതിൻ്റെ പര്യവസാനം വലിയൊരു ദുരന്തമായേനെയും. ഇവിടെയാണ് ആര്യ എന്ന പെൺകരുത്തിനെ നാം കാണേണ്ടത്.